ഹായ് ദേ വീട്ടിൽ വെളിയിൽ നല്ല ഉഗ്ര മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗാർഡനിൽ ഒരു ചെറിയ കൊക്കിനെ വേണമെന്ന്. അങ്ങനെ ദേ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ദാഹിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല. ഇത് കൊക്കിൻ്റെ മെയിൻ പാർട്ട് ഈ ഒരു ബോട്ടിൽ കൊണ്ടാണ് ചെയ്യുന്നത്. ബോട്ടിൽ നിറച്ച് വെള്ളം എടുക്കണം. അതുപോലെ തന്നെ ഒരു കത്രിക, ഒരു സെല്ലോ ടേപ്പ്, പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊക്കിനെ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഗോതമ്പ് മാവും കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിലെടുത്തിട്ട് ന്യൂസ് പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റി വരിഞ്ഞ്, ന്യൂസ് പേപ്പർ കുറച്ച് കട്ടിക്ക് എടുത്തോ കേട്ടോ. അതിനുശേഷം ഇതുപോലെ ചുറ്റി വരിഞ്ഞിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിനിമം സൈസിലുള്ള ബോട്ടിൽ തന്നെ എടുക്കണം. വലിയ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ കൊക്കിൻ്റെ ഒരു വലിപ്പം വളരെ കൂടുതലായിരിക്കും. സാധാരണഗതിയിലുള്ള കൊക്കായി മാറത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലൊരു ചെറിയ കുപ്പി എടുത്തിട്ട് വെള്ളം നിറച്ചെടുക്കണേ. പിന്നെ ഞാനിപ്പോൾ ടെറസിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ടെറസിൽ കുറച്ച് അന്തേവാസികളുണ്ട്. ഞാൻ എന്തോ ഫുഡ് കൊണ്ട് വന്നേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ ആയതുകൊണ്ടാണ് മുകളിൽ വെച്ച് ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ കൊക്കിൻ്റെ കഴുത്തിലേക്ക് പോവാം. കൊക്കിൻ്റെ കഴുത്തുണ്ടാക്കാൻ ഒന്നുകിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ വടിയോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പോലെ ഒരു തവി കഷണം ഒടിഞ്ഞു കിടന്നതുകൊണ്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ. എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും എടുക്കുക കേട്ടോ. പുറത്ത് മഴയായതുകൊണ്ടാണ് കേട്ടോ ടെറസിൽ വെച്ച് ചെയ്യാമെന്ന് കരുതിയത്. അതിൻ്റേതായ ഒരു വെളിച്ചക്കുറവും കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം. വീട്ടിൽ ആരും ഇല്ലാതെ പോസ്റ്റ് എടുത്തിരുന്നത് കൊണ്ടാണ് ഇന്നൊരു കൊക്കിനെ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ നേരെ ബാക്കി കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ കൊക്കിൻ്റെ കഴുത്തിനെ കുറച്ചൊന്ന് ബെൻഡ് ചെയ്യിക്കണം. നമ്മൾ നിവർത്തി വെച്ചിട്ടല്ലേ അത് ഒട്ടിക്കുന്നത്. ആ സെല്ലോ ടേപ്പ് കൂടി തന്നെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് ന്യൂസ് പേപ്പർ വലിഞ്ഞ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കാണുമല്ലോ, അതനുസരിച്ച് സെല്ലോ ടേപ്പ് ചെയ്ത് പോയാൽ മതി. നമ്മൾ വേറെ പ്രത്യേകിച്ച് മോൾഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ ഒരു കൊക്കിനെ വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്ത് നോക്കുന്നതാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ കഴുത്ത് വരെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കൊക്കിൻ്റെ തല ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ചുരുട്ടി നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. വേറെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി തല കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൊക്കിൻ്റെ ആ ഒരു ചുണ്ട്, ആ ചുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ലെങ്തിന് എടുക്കണം. ഞാൻ എടുത്തത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ തള്ളി നിൽക്കുന്ന ചുണ്ടായിട്ട് വേണം എടുക്കാൻ. കാരണം കൊക്കിൻ്റെ ചുണ്ടിന് കുറച്ച് നീളം കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എടുക്കുന്ന അനുസരിച്ചിട്ട് നന്നായിട്ട് സെല്ലോ ടേപ്പ് ചെയ്തങ്ങ് പോയാൽ മതി. ഇനി ദേ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ദേ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. അതായത് തീരെ കട്ടിയായി പോവുകയും ചെയ്യില്ല, എന്നാൽ മൊത്തത്തിൽ വെള്ളമായി പോവുകയും ചെയ്യില്ല. ആ രീതിയിൽ ഒരു കൊഴുകൊഴാന്നിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിൽ നമുക്കിതുപോലെ മൊത്തത്തിൽ ഒന്ന് പറ്റിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഗോതമ്പ് മാവ് വെച്ചൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു ശില്പം പോലെ അല്ലെങ്കിൽ ഒരു കിളിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നും വെറൈറ്റി ആയിട്ട് ചിന്തിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുപോലെ ഒരുപാട് വെറൈറ്റി ഐഡിയാസ് ഈ ഗാർഡൻ മേക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ചാനലാണ്. വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കണ്ടോളൂ. അപ്പോൾ അതേ നമ്മുടെ കൊക്കിൻ്റെ ഏകദേശമൊക്കെ ഒന്ന് പൂശി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ 2 കാലും കൂടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ലെങ്ത്തുള്ള കമ്പി എടുത്തിട്ടൊന്ന് അളന്ന് നോക്കുക ഏത് ഭാഗത്താണ് നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് 2 ഭാഗത്തും 2 ഹോൾസ് ഇട്ടിട്ട് ഇതുപോലെ ഇറക്കി വെക്കാം. ഹോൾസ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം അതിനകത്ത് വെള്ളമാണ്, കുത്തി പൊട്ടിച്ച് കളയല്ലേ. നമ്മൾ നിറച്ച് വെള്ളം വെച്ചതിന് പകരം നിറച്ച് മണ്ണ് വെച്ചാലും മതി കേട്ടോ. നിറച്ച് മണ്ണ് എന്തായാലും നമുക്ക് ഈ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കിയത്. അപ്പോൾ അതേ ഇതുപോലെ കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനോട് ചേർത്ത് തന്നെ നമുക്ക് ഒന്നും കൂടെ മൈദ മാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ വെച്ച് ഒന്നുകൂടെ പൂശി കൊടുക്കാം. ഇപ്പോൾ എല്ലായിടവും തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു റഫായിട്ടുള്ളൊരു ഫീലിംഗ് ആണല്ലേ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും പോളിഷ് ചെയ്ത് എടുത്തോളൂ. ഇനി ഇതിപ്പോൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ദിവസത്തെ സമയം വേണം. നമ്മൾ വീട്ടിനകത്ത് വെച്ചാൽ മതി. കാരണം ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ എറുമ്പ് വരാനുള്ള സാഹചര്യം കൂടുതലാണ്. വെളിയിൽ വെച്ച് കാക്കയോ മറ്റോ ഒക്കെ കൊത്തി തറയിലിടും. അപ്പോൾ അതുകൊണ്ട് വീട്ടിനകത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ഹാർഡായിട്ടുണ്ട്. അപ്പോൾ വീട്ടിനകത്ത് ഉണ്ടാക്കി വെക്കാനുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ ഇത്രയും മാത്രം മതി. ഇനി അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. കൊക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഔട്ട്ഡോർ സെറ്റിങ്ങിനായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോതമ്പ് മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് സിമൻറ്റും കൂടെ വാങ്ങിച്ചിട്ട് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിമൻറ്റ് വെച്ച് എന്താണെന്ന് വെച്ചാൽ പുറത്ത് വെക്കുന്നത് കൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഗോതമ്പ് മാവായതുകൊണ്ട് നശിച്ചു പോകും. അപ്പോൾ സിമൻറ്റും കൂടെ തേക്കുമ്പോഴേക്കും നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ വാപ്പാടെ കൈകളാണ് കേട്ടോ. വാപ്പാക്ക് ഇതിനെ കണ്ടിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കണ്ടിട്ട് ഈ ഒരു സിമൻറ്റ് തേച്ചതിൻ്റെ മുകളിലായിട്ട്, വൈറ്റ് സിമൻറ്റ് ആട്ടോ യൂസ് ചെയ്ത്, അതിൻ്റെ മുകളിലായിട്ട് സിമൻറ്റിൻ്റെ പ്രൈമർ വാങ്ങിച്ച് പോളിഷ് ചെയ്ത് തന്നു.
അത് ഉണങ്ങിയ നേരത്ത് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൊക്കിനെ ഒന്ന് ഉറപ്പിച്ച് വെച്ചൂടെ എന്ന് വാപ്പ ചോദിച്ചു. എന്നിട്ട് വാപ്പ തന്നെ പോയിട്ട് കോൺക്രീറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് നല്ലതാണ്, കാരണം നമ്മൾ കിളിയെ വെക്കുമ്പോഴേക്കും അതിൻ്റെ ബേസും കൂടെ നന്നായിട്ട് സെറ്റാണെങ്കിൽ പെർമനൻ്റ്ലി അവിടെ നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റലും കുറച്ച് മണലും സിമൻറ്റ് പൊടിയും കൂടെ ചേർത്തിട്ടാണ് കോൺക്രീറ്റ് തയ്യാറാക്കുന്നത്. വീട്ടിൽ പെയിൻറ്റിങ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കളേഴ്സൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നില്ല. ഇനി ഇതേ വാപ്പ തന്നെ കൊണ്ടുവന്ന കോൺക്രീറ്റിനകത്തേക്ക് നമ്മുടെ കിളിയെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോട്ട് ഇതിനായിട്ട് മാറ്റേണ്ടി വന്നു. ഇനിയിപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ഉണങ്ങി വരേണ്ട സമയം കൂടെ നമുക്ക് കാത്തിരിക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 5 ദിവസത്തോളം ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോയിട്ട്. അപ്പോൾ വീട്ടിനകത്ത് വെക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഗോതമ്പ് മാവിൽ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഗോതമ്പ് മാവ് പുറത്ത് കാണുന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാവല്ല. ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇൻസെക്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിനെ അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് കൊക്കിനെ പെയിൻറ്റ് ചെയ്തെടുക്കാം. കൊക്കിൻ്റെ കളറെന്ന് പറയുന്നത് കണ്ണിൻ്റെ ഭാഗത്ത് ബ്ലാക്കും ഗോൾഡുമാണ്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഭാഗവും ഗോൾഡ് കളറാണ്. പിന്നെ കാലിൻ്റെ ഭാഗത്ത് ബ്ലാക്കാണ്, ബ്രൗൺ അല്ല. പിന്നെ ബോഡി ഫുള്ളായിട്ട് വൈറ്റാണ്. അപ്പോൾ ഈ ഒരു 3 കളേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ കൊക്കിനെ പെയിൻറ്റ് ചെയ്യേണ്ടത്. ഇനി കാലിലും കൂടെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ബോഡി ഫുള്ളായിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം. വൈറ്റ് കളർ 2 വട്ടമെങ്കിലും അടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, കുറച്ചുകൂടെ തിളക്കം കിട്ടും. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്തു കൊടുക്കാം. അങ്ങനെ പെയിൻ്റൊക്കെ ഉണങ്ങി എടുക്കുന്നൊരു സമയം കൂടെ വേണ്ടി വന്നു. അതിനുശേഷം നല്ലൊരു പുലർച്ചെ നല്ല ഭംഗിയുള്ള ചിത്രശലഭങ്ങളൊക്കെ വന്നിരുന്നു കൊണ്ടുള്ള രാവിലെ സമയം. അപ്പോൾ നമ്മുടെ കൊക്ക് ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. മീൻ പിടിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ കൊക്ക്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് പോണ്ടിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ ഈ ഒരു കൊക്കിനെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ദേ നമ്മുടെ കുളത്തിലേക്ക് നോക്കിയിരിക്കും പോലെ തോന്നില്ലേ നമ്മുടെ കൊക്ക്. അപ്പോൾ ഇവളുടെ കണ്ണിന് കുറച്ച് പീലിയും കൂടെ വരച്ചു കൊടുത്തപ്പോഴേക്കും ഒരു പെണ്ണിൻ്റെ ലുക്കാണ് വന്നത്. കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴേക്കും ഇതുകൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മുടെ മുഖത്ത് നല്ലൊരു ഐശ്വര്യം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഭംഗിയുള്ളൊരു സുന്ദരി കോതയെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഗാർഡനിൽ ഇതുപോലുള്ള യുണീക്കായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്താണ് ഉണ്ടാക്കേണ്ടതും കൂടി ഒന്ന് പറഞ്ഞിരുന്നാൽ നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.